എല്ലാവർക്കും ഇന്ന് ഇലക്ഷൻ ദിന ആശംസകൾ കൂടിയാണ്. എന്തായാലും എല്ലാവരും ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തേണ്ട ദിവസമാണ്. സമ്മതിദാന അവകാശം എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ കുന്നുകുഴി, വഞ്ചിയൂർ വാർഡുകളെല്ലാം പ്രവർത്തിക്കുന്ന ബൂത്തുകളെല്ലാം പ്രവർത്തിക്കുന്ന സെന്റ് ജോസഫ് സ്കൂളിലാണ്. സെന്റ് ജോസഫ് സ്കൂളിൽ തന്നെ ഒരു രസകരമായ ഒരു ബൂത്ത് കൂടിയുണ്ട്. അത് പിങ്ക് ബൂത്താണ്. ഇവിടെയുള്ള എല്ലാ പോളിംഗ് ഓഫീസർമാരും സ്ത്രീകളായിരിക്കും. അപ്പം പൂർണ്ണമായി സ്ത്രീ സൗഹൃദം എന്ന നിലയിലാണ് ഈ പിങ്ക് ബൂത്തുകൾ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ബൂത്ത് ഏജന്റുമാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. ആദ്യഘട്ടം എന്ന നിലയിൽ ഈ മോക്ക് പോളിംഗ് ആണ്. മോക്ക് പോളിംഗ് സ്ഥാനാർത്ഥികൾ ആവശ്യമെങ്കിൽ എത്താം. ബൂത്ത് ഏജന്റുമാർ എത്തി. ബൂത്ത് ഏജന്റുമാരുടെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വോട്ടിംഗ് മെഷീനുകൾ അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ആണ് ആദ്യഘട്ടത്തിൽ മോക്ക് പോളിംഗിലൂടെ നടപ്പാക്കുന്നത്. മോക്ക് പോളിംഗിൽ ഏതെങ്കിലും രീതിയിൽ ഒബ്ജക്ഷനോ അല്ലെങ്കിൽ പരാതികളോ ഉണ്ടായെങ്കിൽ ആ മോക്ക് പോളിംഗ് ഘട്ടത്തിൽ, അതായത് ആദ്യ 1 മണിക്കൂർ 6 മണി മുതൽ 7 മണി വരെയാണ് ഈ മോക്ക് പോളിംഗ്. മോക്ക് പോളിംഗിൽ മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പരിഹാരം കാണണമെങ്കിൽ അത് സാങ്കേതികമാകട്ടെ മറ്റെന്തെങ്കിലും സംശയങ്ങളാകട്ടെ അതിനെല്ലാം സമയമുണ്ട്. അതാണ് മോക്ക് പോളിംഗ് ഘട്ടം. ആ മോക്ക് പോളിംഗ് ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യം 7 മണിയോടുകൂടി തന്നെ പോളിംഗ് ആരംഭിക്കും. പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ 6 മണി വരെയാണ് പോളിംഗ്. 6 മണി വരെ നേരിട്ടെത്തി ബൂത്തുകളിലെത്തി വോട്ട് ചെയ്യാം. ഈ ബൂത്ത് വോട്ടിംഗ് ക്രമീകരണങ്ങളെല്ലാം എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ, അതായത് ഇന്നലെയാണ് ഈ പോളിംഗ് സാമഗ്രികളെല്ലാം പോളിംഗ് ഉദ്യോഗസ്ഥരെല്ലാം സ്വീകരിച്ച് ഈ ബൂത്തുകളെല്ലാം സജ്ജീകരിച്ച് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി വോട്ടർമാരെ സ്വീകരിക്കാൻ തയ്യാറാക്കി കൃത്യമായ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ്. മിഠായി എല്ലാം വെച്ചിട്ടുണ്ട്. മിഠായിയും ഇവിടെ വരുന്ന പോളിംഗ് വോട്ടർമാർക്ക് നൽകാനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മിഠായി എല്ലാം നൽകി ഇത്തരത്തിൽ സമ്മതിദാന അവകാശം അത് കൃത്യമായി സന്തോഷത്തോടെ പൂർത്തീകരിച്ച് പോകാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും മാഡം ഒരു നിമിഷം, നമുക്ക് ഈ പിങ്ക് ബൂത്ത് കൂടി എന്താ ഉദ്ദേശിക്കുന്നത്? പിങ്ക് ബൂത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ സൗഹാർദ്ദ ബൂത്ത്. സ്ത്രീകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വോട്ട് ചെയ്യാനും മടങ്ങിപ്പോകാനും ഉള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് പിങ്ക് ബൂത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.